മന്ത്രി പുന്നപ്ര വയലാർ സമരനായകൻ ഈ സ്വാഗതം ചെയ്യുകയാണ്. ഹായ്, എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇത് തിങ്കളാഴ്ചത്തെ കുഞ്ഞു വിശേഷങ്ങളടങ്ങിയ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പുതിയ ചുരിദാറൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഞാൻ ഇന്നൊരു സ്ഥലത്തേക്ക് പോവാണ് കേട്ടോ. അതായത് എൻ്റെ പഴയ തട്ടകത്തിലേക്ക്. അപ്പോൾ ഈ പുതിയ ചുരിദാർ ഓണത്തിന് എടുത്തു തന്നതാണ് കേട്ടോ. ഓണത്തിന് ഇപ്രാവശ്യം ഒരുപാട് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. പ്രസാദേട്ടൻ്റെ വക 2 ഡ്രസ്സ്, അതിലൊരു ഡ്രസ്സാണ് കേട്ടോ ഇത്. പിന്നെ ഇവിടുന്ന് അമ്മ 2 ഡ്രസ്സ് എടുത്തു തന്നു. അവിടുന്ന് അമ്മേൻ്റെ വക ഒരു ഡ്രസ്സും കിട്ടിയിട്ടോ, വളയത്തെ അമ്മേൻ്റെ വക. അപ്പോൾ പുതിയ ചുരിദാർ എങ്ങനെയുണ്ട്? അല്ലെങ്കിൽ തന്നെ എനിക്ക് മെറൂൺ കളറിനോട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതറിഞ്ഞിട്ടാണ് തോന്നുന്നു പ്രസാദേട്ടൻ എടുത്തു തന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് മുകളിലത്തെ സിറ്റ് ഔട്ടിൽ നിന്നിട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇലഞ്ഞി മരം കണ്ടോ. അപ്പോൾ താഴെ ഒന്നും എടുക്കാൻ പറ്റില്ല, ഇപ്പോൾ സ്കൂൾ പോണ സമയമാണ്. ഭയങ്കര ബഹളമാണ് കേട്ടോ താഴെ. ഇടയ്ക്ക് എൻ്റെ വീഡിയോ തന്നെ അവർ സൗണ്ട് കേൾക്കാം. അപ്പോൾ ടാഗൊക്കെ ഇട്ട് ഞാൻ ഒരുങ്ങി പോണത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഓഫീസിലേക്കാണ് കേട്ടോ ഞാൻ പോകുന്നത്. അപ്പോൾ ഓഫീസിൽ പോകണം, കോടതിയിൽ പോകണം. അപ്പോൾ ഇന്ന് കുറച്ച് പരിപാടികളുണ്ട്. 2 ഉദ്ദേശമുണ്ട്. ആ 2 ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് പോണത്. അങ്ങനെ ഒരുങ്ങി ഇറങ്ങി ചായ കുടിച്ചു. ചായൻ്റെ മുകളിൽ കുറച്ച് കഞ്ഞി കുടിച്ചിട്ടാട്ടോ ഇറങ്ങിയത്. കാരണം എന്തോ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ അമ്മേനോടും നാത്തുമാരോടൊക്കെ യാത്ര പറഞ്ഞതാ 10:30 ബസ്സിനാട്ടോ ഞാൻ പോണത്. പോയിട്ട് വരാട്ടമ്മ. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്കാണ് കേട്ടോ. 2 മിനിറ്റുള്ളൂ വീട്ടിൽ നിന്ന് ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ ബസ് ഇപ്പോൾ വരും. 10:30 ബസ്സിന് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സമയത്ത് സ്കൂൾ കുട്ടികൾ ഉണ്ടാവില്ല. ഇതിൻ്റെ മുൻപ് 9 മണിക്ക് ഒന്നുണ്ട്, 9:45 അതിനൊന്നും ഞാൻ കയറിയിട്ടില്ല കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറി. പുള്ളിപ്പാട സ്കൂള്, ബാലുക്കുട്ടൻ്റെ ലച്ചുമോളെ മോനുസിൻ്റെ ഒക്കെ സ്കൂള്, പിന്നെ ഞങ്ങളെ പാലം. ഇപ്പോൾ രാവിലെ എന്നും നടക്കുന്നത് കൊണ്ടേ മഞ്ഞ് കൊണ്ടാ തോന്നുന്നു ഭയങ്കര ജലദോഷമാണ്, മൂക്കൊക്കെ അടഞ്ഞിട്ടുണ്ട്. അങ്ങനെ മമ്പാട് ചെന്ന് ഇറങ്ങിയപ്പോൾ തന്നെ മഞ്ചേരിക്ക് നേരിട്ട് ബസ് കിട്ടിയിട്ടോ. അപ്പോൾ മഞ്ചേരി ബസ്സിൽ കയറി. ബസ്സാണെങ്കിൽ ഭയങ്കര സ്പീഡിലാണ് പോണേക്കാണെങ്കിൽ തല വേദനിച്ച അവസാനം മഞ്ചേരി സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങി. പിന്നെ നേരെ ഞങ്ങളുടെ ഓഫീസിലെത്തിയിട്ട് ഓഫീസിലെത്തിയപ്പോൾ നിശബ്ദമായ ഓഫീസ്, ഞങ്ങളെ സാറില്ലാത്ത ഓഫീസ്. സാറിൻ്റെ ചിത്രം, പിന്നെ സാറിൻ്റെ ആദ്യത്തെ ഒരു ഫോട്ടോ, പൊന്നാട അണിക്കുന്നൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് കേട്ടോ. സാറില്ലാത്ത ഓഫീസ് ആലോചിക്കാനേ കഴിയുന്നില്ല. അല്ലെങ്കിൽ സാറ് ഇവിടെ ഉണ്ടെങ്കിൽ വന്ന് കയറുമ്പോൾ തന്നെ വാ മാളൂ, എവിടെ എൻ്റെ പുയ്യാപ്പിള. കല്യാണത്തിന് ശേഷം ഞാനും പ്രസാദേട്ടന് വന്നപ്പോൾ എന്തൊരു സന്തോഷത്തിലാണ് സാറ് സ്വീകരിച്ചത്. ഭയങ്കരമായിട്ട് സംസാരിച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളെയും കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിത്തന്നു. ഇതാണ് എൻ്റെ സാറിൻ്റെ റൂം. സാറിൻ്റെ ചെയർ, മേശ, ഫയലുകൾ എല്ലാം റൂമിൽ പൂട്ടിക്കിടക്കുന്നത്. എന്തോ ഭയങ്കര സങ്കടമായിപ്പോയി. ഇവിടെ എത്തിയാൽ മോളെ മാളോ എന്നല്ലാതെ സാറ് വിളിക്കില്ല. എൻ്റെ പേര് സാറ് വിളിക്കലില്ല, മോളെ മാളോ എന്നല്ലാതെ വിളിക്കില്ല. അപ്പോൾ ഞാൻ വീണ്ടും പഴയ ക്ലർക്കായിട്ടോ ടാഗൊക്കെ. എൻ്റെ മേശയും കസേരയും ഇപ്പോഴും ഇവിടെ ഒഴിഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ നിന്നു. എൻ്റെ സ്ഥാനം ആർക്കും കൊടുത്തിട്ടില്ല, അത് എനിക്ക് വേണ്ടി ഇപ്പോഴും ഒഴിഞ്ഞ് കിടക്കുക തന്നെയാണ്. അപ്പോൾ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഫയലുകളൊക്കെ ഒന്ന് ഇങ്ങനെ എടുത്ത് നോക്കുകയാണ്. എൻ്റെ എഴുത്തുകൾ, ഞാൻ എഴുതിയ ഫയലുകൾ എല്ലാം എടുത്തിങ്ങനെ നോക്കുക. ഞാൻ വീണ്ടും ആ പഴയ ക്ലർക്കായി. പിന്നെ ഞാനിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ 2 ഉദ്ദേശത്തിനാണ്. ഒന്ന് എൻ്റെ പ്രിയപ്പെട്ട ചങ്കായ അഡ്വക്കേറ്റ് ജസ്ന മാഡത്തിനെ കാണാൻ. അവരെ മാത്രമല്ല കേട്ടോ, ഓഫീസിലുള്ള എല്ലാവരെയും കാണാൻ. ഇത് കേട്ടാലും ഓഫീസിലുള്ളവരെല്ലാം എന്നെ തല്ലും. എന്നാലും പ്രിയപ്പെട്ട ചങ്ക് എന്ന് പറയുന്നത് ഇവർ തന്നെയാണ് കേട്ടോ. ഇവർ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ. പിന്നെ പുള്ളിക്കാരി പെരിന്തൽമണ്ണ സ്വന്തമായിട്ട് ഓഫീസിട്ട്. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ കോണ്ടാക്റ്റ് ഉണ്ട് കേട്ടോ. പരസ്പരം 2 പേർക്ക് എന്തെങ്കിലും വിഷമം വന്നാൽ ആദ്യം വിളിക്കൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്. എന്നിട്ട് പിന്നെ കാര്യങ്ങളങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് ഓഫീസിലുള്ള ഞങ്ങളുടെ ജാസിദ് വക്കീൽ, അതായത് എൻ്റെ ഭാഷ പറഞ്ഞാൽ ഞങ്ങളുടെ കുട്ടി വക്കീൽ. സത്യത്തിൽ ഈ വരവ് ഞാനും ജസ്ന വക്കീലും കൂടി പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും സർപ്രൈസായിട്ട് ഓഫീസിൽ വന്നതാണ് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ ഓഫീസിൽ ആരും ഇല്ലായിരുന്നു. പിന്നെ എല്ലാവരും കോടതിയിൽ നിന്ന് എത്തി. ജിതേഷ് സാറ്, ദിൽഷ വക്കീൽ, പ്രഭ വക്കീൽ, പിന്നെ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടുമില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വന്നതിൻ്റെ 2ാമത്തെ ഉദ്ദേശം എൻ്റെ ക്ലർക്ക് രജിസ്ട്രേഷൻ പുതുക്കാനും ക്ഷേമനിധിൻ്റെ കാര്യങ്ങൾ ശരിയാക്കാനായിരുന്നു കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ക്ലർക്ക് സെക്രട്ടറിൻ്റെ ഓഫീസിൽ പോയി അതെല്ലാം ശരിയാക്കി. പിന്നെ കോടതിയിൽ പോയി. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം ജസ്ന വക്കീലിൻ്റെയും ജാസിദ് വക്കീലിൻ്റെയും വകയാണ് കേട്ടോ. അപ്പോൾ 2 പേരും കൂടി മത്സരിച്ചിട്ട് ഞങ്ങളുടെ വക അറിയുന്നുണ്ട്. ഏതായാലും അവരൊക്കെ മന്തി റൈസും കഴിച്ചു. ഞാനും പ്രഭ വക്കീലും സദാ മീൽസാണ് കേട്ടോ കഴിച്ചത്. എനിക്കെന്താണെന്നറിയില്ല, പായസം കൂട്ടി നല്ലൊരു സദ്യ കഴിക്കാൻ തോന്നി. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ സാദാ മീൽസ് കഴിച്ചത്. പിന്നെ ഭക്ഷണം കഴിച്ചെന്ന് ഓഫീസിലെത്തി.
ഓഫീസിൽ വന്നപ്പോൾ ജാസിദ് വക്കീൽ ഓരോ കക്ഷികളെ കാര്യം പറഞ്ഞുകൊണ്ട് അത് കേട്ട് കുറേ ചിരിച്ചുട്ടോ. കാറില്ലാത്തത് ഇങ്ങനെ പറയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ വൈകിട്ട് ഒരു 4 മണിയോട് കൂടി എല്ലാവരോടും യാത്ര പറഞ്ഞതാ ഞാൻ തിരിച്ച് മഞ്ചേരിയിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് ബസ് കയറിട്ടോ. അങ്ങനെ മമ്പാടെത്തി. മമ്പാട് വന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ബസ് ഉണ്ടായിരുന്നു, പക്ഷേ ആ ബസ്സിൽ ഞാൻ കയറിയില്ല. ഞാൻ നേരെ ഞങ്ങളുടെ പാലത്തിൻ്റെ അങ്ങോട്ട് നടന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലേക്കുള്ള ബസ്സിൽ കയറാതെ നടന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ചെറിയൊരു കുഞ്ഞു പാർക്ക് ഉണ്ട് കേട്ടോ പുഴേൻ്റെ തീരത്ത്. അതിൻ്റെ ഉദ്ഘാടനം കൂടിയാണ് കേട്ടോ. ആ ഉദ്ഘാടനം കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടനും പിള്ളേരൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്, വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പോൾ എന്നോട് അങ്ങോട്ട് നടന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ഇതാ ഞാൻ അങ്ങോട്ട് നടക്കുകയാണ്. ഞാനിവിടെ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു കേട്ടോ പോലീസ് വണ്ടി ഒരുപാട് പോകുന്നുണ്ട്. പിന്നെ MLAൻ്റെ വണ്ടിയുണ്ട്. മന്ത്രിയാണോ MLA ആണോ ഉദ്ഘാടനം എനിക്കറിയില്ല. ഏതായാലും ഞാനിതാ ഞങ്ങളുടെ പുഴേൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് അസ്തമയം കാണാൻ. പുഴയിൽ വെള്ളം കുറവാണ്. പുഴേൻ്റെ സൈഡിലായിട്ട് ചെറിയൊരു പാർക്ക് ഉണ്ട് കേട്ടോ. പാർക്ക് അതിൻ്റെ ഉദ്ഘാടനമാണ് പിന്നെ ഇപ്പോൾ 5:30 മണിക്ക്. അതുകൊണ്ട് ഇതാ നിറയെ പോലീസുകാരുണ്ട്, MLA ഉണ്ട്, അങ്ങനെ ആരൊക്കെയോ വരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റ്, അങ്ങനെ ആരാണാവോ. ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, കുട്ടനെ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. എന്ത് രസമാണ് കാണാൻ. പുന്നപ്ര വയലാർ സമരനായകൻ. കേട്ടോ പുഴേൻ്റെ തീരത്തുള്ള പുതിയ പാർക്ക് ഹാപ്പിനെസ് പാർക്ക് ഓടായിക്കൽ. ഇത് റെഗുലേറ്റർ കം ബ്രിഡ്ജാണ് കേട്ടോ ഞങ്ങളുടെ പാലം. അപ്പോൾ ഞാൻ കുട്ടനെ കാത്ത അവിടെ നിൽക്കുന്നു. അപ്പോൾ അവൻ പറഞ്ഞു ഇവിടെ ഉദ്ഘാടനം നടക്കുന്നുണ്ട്, ഇവിടെ നല്ല രസമുണ്ട്, ഇങ്ങോട്ട് പോര്, നമുക്ക് ഇവിടുന്ന് പോവാം. അപ്പോൾ വന്നപ്പോൾ കുട്ടൻ്റെ കൂടെ ആ ബാലുക്കുട്ടനും ലച്ചുമോളും ഉണ്ട് കേട്ടോ. കിളിക്കുട്ടികളെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെയാണെങ്കിൽ നിറയെ കുട്ടികളും പെണ്ണുങ്ങളും എല്ലാവരും ഉണ്ട് കേട്ടോ. പാർക്ക് പുഴേൻ്റെ തീരത്തന്നായതുകൊണ്ടേ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ. വൈകുന്നേരമായ നല്ല കാഴ്ചയാണ്, അസ്തമയമൊക്കെ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് കണ്ടറിഞ്ഞിട്ടുണ്ടാക്കിയ പാർക്ക് തന്നെയാണ് കേട്ടോ. നല്ല കാഴ്ചയാണ്. ബാലുട്ടനും ലച്ചുമോളും അവർക്ക് കളിക്കേണ്ട സാധനങ്ങളിലൊക്കെ കയറി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഉദ്ഘാടനത്തിൻ്റെ അന്ന് രാത്രി ഇവിടെ ഗസലൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും രാത്രി എന്തൊക്കെയോ പരിപാടികളുണ്ടെന്ന് പറഞ്ഞു. ഏതായാലും മാനസികമായിട്ട് സന്തോഷം കിട്ടുന്ന ഒരു സ്ഥലം ഹാപ്പിനെസ് പാർക്ക് ഓടായിക്കൽ. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. നല്ല വൈബാണ് കേട്ടോ ഇവിടെ. പിന്നെ കുട്ടികൾക്കൊക്കെ ചായയും കടിയൊക്കെ വാങ്ങിക്കൊടുത്ത് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ തിങ്കളാഴ്ചത്തെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.